എൻ്റെ പേര് തോമസ് കുര്യൻ. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ പുൻകുന്നം എന്ന സ്ഥലത്തു നിന്നാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 നവംബർ മാസമാണ്. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരാനുള്ള കാരണം എൻ്റെ വൈഫാണ്. പുള്ളിക്കാരി 2019 മുതൽ ഉടമ്പടിയിലുള്ളയാളാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വിദേശത്താണ്, അഫ്ഗാനിസ്ഥാനിൽ. 10 വർഷമായി അവിടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞ് 2021 ജൂണിലാണ് തിരിച്ചു വന്നത്. ആ സമയം മുതൽ എന്നോട് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എടുക്കാമെന്ന് പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ പല പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട് അതിനു മുമ്പ്. പക്ഷേ പല കാര്യങ്ങൾ പറഞ്ഞ് ഞാനിവിടുന്ന് തിരിച്ചു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും വൈഫും കൂടെ ഡിസൈഡ് ചെയ്യുന്നത് OET എഴുതി വിദേശത്തേക്ക് ഒരുമിച്ച് പോകാമെന്നുള്ള കാര്യത്തിനായിട്ട്. ഞാനങ്ങനെ നാട്ടിൽ വന്നതിന് ശേഷം 1 വർഷത്തോളം OETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും എക്സാം എഴുതുകയും ചെയ്തു. ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ച വ്യക്തി ആയതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു എങ്ങനെ ആ എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എഴുതി. അതിൽ എനിക്ക് 4 മോഡ്യൂളാണ് OETക്കുള്ളത്. അതിൽ 2 മോഡ്യൂൾ എനിക്ക് B സ്കോറും 2 മോഡ്യൂളിന് C+ഉമാണ് കിട്ടിയത്. ആ സ്കോർ കൊണ്ട് എനിക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റുമല്ലായിരുന്നു. പക്ഷേ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച വ്യക്തി ആയതുകൊണ്ട് എനിക്കതൊരു ഓവർ കോൺഫിഡൻസായി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 2 മോഡ്യൂളിനും B സ്കോർ കിട്ടി. പിന്നീട് ഞാൻ വീണ്ടും എക്സാം അറ്റൻഡ് ചെയ്തു. എല്ലാ പ്രാവശ്യവും എനിക്ക് 2 B സ്കോറും 2 C+ഉമായിട്ടാണ് എൻ്റെ സ്കോറുകൾ നിന്നിരുന്നത്. അതൊരിക്കലും എനിക്ക് ക്ലബ് ചെയ്യാനുള്ള ഉള്ള ഓപ്ഷനുമില്ലായിരുന്നു. ഞാനത് 4 പ്രാവശ്യമൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസിൻ്റെ ലെവല് പതുക്കെ താഴാൻ തുടങ്ങി. ഞാൻ ആ സമയത്ത് ഉടമ്പടിയിലുള്ള വ്യക്തിയായിരുന്നു. ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു, കുമ്പസാരിക്കുമായിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് ഞങ്ങളുടെ വീടിനടുത്തുള്ള അനാഥാലയങ്ങളിൽ പോകുമായിരുന്നു, അവിടെ സന്ദർശിക്കുമായിരുന്നു. എങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടും എനിക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ലാസ്റ്റ് എക്സാമിന് ഞാൻ 5ാമത്തെ പ്രാവശ്യം ഉടമ്പടി എഴുതാൻ OET എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് എക്സാമിന് മുമ്പ് നമ്മൾ അച്ഛനെ കണ്ട് ഹോൾ ടിക്കറ്റുമായിട്ട് നമ്മൾ അച്ഛനെ വരാനൊരു ഓപ്ഷനുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്നിരുന്ന് അന്നത്തെ ദിവസം ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് ഈ അൾത്താരയിൽ ഇരുന്ന് മാതാവിനെ നോക്കി പറഞ്ഞു, മാതാവേ, ഞാനിങ്ങനെ ഉടമ്പടി ഈ സാക്ഷ്യമൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, മാതാവിനെ കണ്ടു, നമ്പറുകൾ ഞങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വന്നു, അതുപോലെ തന്നെ സുഗന്ധാഭിഷേകം കിട്ടി, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. മാതാവേ, ഞാൻ ഇത്രയും നാൾ ഉടമ്പടിയിലായിട്ടും എനിക്കിങ്ങനെ ഒരു അടയാളം പോലും നീ എനിക്ക് തന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അച്ഛൻ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ, സാധാരണ അച്ഛൻ എല്ലാവരെയും കൂടി ഒരുമിച്ചാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത്. എല്ലാവരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ സൈത്ത് പൂശി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, എല്ലാവരെയും അച്ഛൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എനിക്ക് അച്ഛനോട് തനിയെ ഒന്ന് സംസാരിക്കാൻ പറ്റണം. എൻ്റെ കാര്യം അച്ഛനോട് എനിക്ക് നേരിട്ടൊന്ന് പറയാൻ പറ്റണം. സാധാരണ അച്ഛൻ അങ്ങനെ സമ്മതിക്കുകയില്ലാത്തതാണ്, പ്രത്യേകിച്ച് എക്സാംകാരുടെ സമയത്ത്. അന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ നിന്നു. അച്ഛൻ ഞങ്ങളുടെ എല്ലാവരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരോടും ഇറങ്ങിപ്പോക്കൊള്ളുവാൻ പറഞ്ഞു. ഞാനിപ്പോൾ ആ മൂലയിൽ നിന്നിട്ട് അച്ഛൻ അവിടെ കസേരയിൽ പോയിരുന്നായിരുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്നറിയത്തില്ല. ഞാൻ ആ പറഞ്ഞ നിമിഷം തന്നെ അച്ഛനെ എഴുന്നേറ്റ് വരികയും ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാനിങ്ങനെ 4 പ്രാവശ്യമായിട്ട് OET എഴുതുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ ലിസണിങ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എൻ്റെ തോളിൽ കൈ തൊട്ടിട്ട് പറഞ്ഞു, നീ പേടിക്കേണ്ട, ധൈര്യമായി ഇരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അന്നച്ഛൻ എനിക്ക് വേണ്ടി പിന്നെ 2ാമത് വീണ്ടും എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ സൈത്ത് പൂശുകയും ചെയ്തു. അത് എനിക്കൊരു അനുഭവമായിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത്. ഞാൻ അപ്പം തന്നെ അച്ഛൻ അങ്ങനെ 2ാമത് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനത് മാതാവ് വന്ന് പ്രാർത്ഥിച്ച പോലെയാണ് ഞാൻ കരുതിയത്. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഞാൻ എക്സാം പാസ്സാകുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഇവിടുന്ന് പോയി. അങ്ങനെ ഞാൻ ആ എക്സാം എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ദിവസം രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിലും എൻ്റെ തൊണ്ടക്കുഴിയിലും ഞാൻ കുരിശ് വരച്ചിട്ട് പോയി. അതുപോലെ ഞാൻ എക്സാം സെൻറ്ററിൽ ഇവിടുന്ന് കിട്ടിയ ഉപ്പ് ഞാൻ ആരും കാണാത്ത സ്ഥലത്ത്, ചവിട്ടാത്ത സ്ഥലത്ത് വിതറുകയും അതുപോലെ തന്നെ എൻ്റെ പാസ്പോർട്ടിനുള്ളിൽ ഞാൻ ഉപ്പ് കൊണ്ടുപോവുകയും ചെയ്തു.
ഞാൻ ഓരോ മോഡ്യൂളും എഴുതി കഴിയുമ്പോഴും ഞാൻ എൻ്റെ ആൻസർ ഷീറ്റിൽ ഞാൻ എൻ്റെ നെറ്റിയിൽ നിന്ന് തൈലമെടുത്ത് കുരിശ് വരയ്ക്കുകയും വിശ്വാസപ്രമാണം ചെല്ലുകയും ചെയ്തു. അതേപോലെ തന്നെ എൻ്റെ പാസ്പോർട്ടിനകത്തുണ്ടായിരുന്ന ഉപ്പ് ഞാൻ എൻ്റെ എക്സാം ടേബിളിൽ ഞാൻ വിതറി. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എനിക്ക് മാതാവ് ദൈവകുമാരനോട് തൻ്റെ ദൃക്കുമാരനോട് പ്രാർത്ഥിച്ച് എനിക്ക് 4 മോഡ്യൂളിലും B സ്കോറോടെ ആ എക്സാമിലൂടെ എനിക്ക് വിജയിക്കാൻ അനുഗ്രഹം നൽകി. അത് കഴിഞ്ഞുള്ള ഞങ്ങളുടെ പ്രാർത്ഥന, എൻ്റെ വൈഫും ഞാനും ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടെ നേഴ്സുമാരുണ്ടെങ്കിൽ അവർക്കറിയാം, നമുക്ക് പുറത്തേക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കൺട്രിയിൽ നിന്ന് പോലും ഇൻ്റർവ്യൂകൾ വരുന്നില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വൈഫ് പ്രാർത്ഥിച്ചു. ഈ വർഷം 2024 ഒക്ടോബർ 28 മുമ്പ് ഞങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡിന് അവിടെ ചെല്ലുവാൻ, വിദേശത്ത് ജോലിക്ക് അവിടെ ലാൻഡ് ചെയ്യാനുള്ള കൃപ നൽകണം. അതുപോലെ ഞാനും പ്രാർത്ഥിച്ചു 2004 ഒക്ടോബറിന് മുമ്പ് എനിക്ക് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ ചെല്ലണമെന്നുള്ളത്. ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയും ആ ഇൻ്റർവ്യൂ പാസ്സാവുകയും ചെയ്തു. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഞാൻ അഫ്ഗാനിസ്ഥാനിൽ ഒരു 10 വർഷം വർക്ക് ചെയ്ത വ്യക്തിയാണെന്ന്. അപ്പം ഒത്തിരി പേപ്പർ വർക്കുകൾ നമ്മൾ ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം എനിക്ക് എപ്പോഴും മനസ്സിനൊരു ഭയമായിരുന്നു. ഈ പേപ്പർ വർക്കുകൾ ഇവർ ചോദിക്കുമ്പോൾ ഞാൻ അഫ്ഗാനിസ്ഥാനിലായിരുന്നുകൊണ്ട് അതെനിക്ക് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ളത് PCC ആയിരുന്നു. ഞാൻ അവർ മെയിൽ എനിക്ക് വരുമ്പോഴും ഞാൻ ആ മെയിലിന് റിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ റൂമിലിരുന്ന് എൻ്റെ ലാപ്ടോപ്പിലിരുന്നാണ് എല്ലാ മെയിലിനും റിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ റിപ്ലൈ ചെയ്യുമ്പം ആ മെയിൽ റെഡിയാക്കി എൻ്റെ ലാപ്ടോപ്പിൽ വെച്ചിട്ട് ഞാൻ ആ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് ആ മെയിലിൽ ഒരു കുരിശ് വരയ്ക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലുകയും ചെയ്തിട്ടാണ് ഓരോ മെയിലിനും, അതൊരു ചെറിയ മെയിലായിക്കോട്ടെ, ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുന്ന മെയിലായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഞാൻ അതങ്ങനെയാണ് സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഓരോ പേപ്പർ വർക്കുകളും ഞാൻ പ്രതീക്ഷയിലും അപ്പുറം, അതായത് ഒരു തടസ്സം പോലും, ഒരു ക്വസ്റ്റ്യൻ പോലും അവരെന്നോട് തിരിച്ചു ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ എൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും ഫിനിഷായി. അങ്ങനെ ഇരുന്നിട്ട് ഇനി പിന്നെയുള്ള ലാസ്റ്റത്തെ കടമ്പയെന്ന് പറയുന്നത് സ്പോൺസർഷിപ്പ് കിട്ടുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു, ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാതാവിൻ്റെ ജന്മത്തിനാൾ സെപ്റ്റംബർ 8 മുമ്പ് എനിക്ക് വിസയും എൻ്റെ ടിക്കറ്റും വരണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായി സെപ്റ്റംബർ 4 തന്നെ എനിക്ക് എൻ്റെ വിസയും ടിക്കറ്റും വരികയും ചെയ്തു. ഈ ഒക്ടോബർ 16 ഞാൻ UK ഫ്ലൈ ചെയ്യുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് വേണ്ടി സാധിച്ചു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തൃക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളായി ഞാൻ ചെയ്തുകൊണ്ടിരുന്നതും പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഇവിടുന്ന് ഓരോ പ്രാവശ്യവും ഉടമ്പടി എടുത്തിട്ട് പോകുമ്പോൾ കിട്ടുന്ന പത്രം ഞാൻ അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ വീടുകളിൽ കൂടെ കയറി ഇറങ്ങി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വീടുകളിലൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ അവിടെയുള്ള, നമുക്കിപ്പോഴും അറിയാം, നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും പ്രായമായ ആൾക്കാരാണ്, അവരൊറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. അതായത് 1 മണിക്കൂറൊക്കെ ഞാൻ ഒരു വീട്ടിലിരുന്ന് ആൾക്കാരുമായിട്ട് സംസാരിക്കുമായിരുന്നു, അവരുടെ കാര്യങ്ങൾ കേൾക്കുമായിരുന്നു. ഞാനിങ്ങനെ പത്രം കൊണ്ട് വരുന്നതാണ്, ഇങ്ങനെ പറയും. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇന്ന പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറയും തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം, അതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് പറയും. പിന്നെ എൻ്റെ വീടിനടുത്തുണ്ടായിരുന്ന അനാഥാലയങ്ങളിൽ എനിക്ക് ഇത്രയും വർഷമായിട്ടും എനിക്കറിയില്ലായിരുന്നു ഇത്രയും അനാഥാലയങ്ങൾ എൻ്റെ വീടിനടുത്തുണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ അവിടെയൊക്കെ പോവുകയും അവിടെയുള്ള ആൾക്കാരുടെ, പ്രായമായ ആരും നോക്കില്ലാത്ത ആൾക്കാരൊക്കെ അവർക്ക് മുടി വെട്ടിക്കൊടുക്കുകയും ഷേവ് ചെയ്യുകയൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് വൈഫ് പറഞ്ഞത് നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ഇന്ന് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ എല്ലാ ആഴ്ചയിലും 4 അനാഥാലയങ്ങളുണ്ടെന്ന് പറഞ്ഞു. അവിടെ എല്ലാ ആഴ്ചയിലും അവർക്ക് ഒരു നേരം വൈകിട്ടത്തേനുള്ള സ്നാക്സിൻ്റെ, അതായത് ആഴ്ചയിൽ 1 വെച്ച് ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ഉടമ്പടിയിലുണ്ടായിരുന്ന എൻ്റെ ആൻറ്റിമാരോടൊക്കെ പറയുകയും അവർക്കും അത് ഫോളോ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പം അവരും അതിനെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നു. അതുപോലെ ഞാനിവിടെ ഉടമ്പടി ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ ഇങ്ങനെ പത്രം കൊടുക്കാൻ പോകുമ്പം എന്നോട് ഓരോരുത്തർ പറയായിരുന്നു, ഇനി അടുത്ത പ്രാവശ്യം
പോകുമ്പോൾ ഞങ്ങളോടൊന്ന് പറയണം എന്ന് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ പറഞ്ഞ ആൾക്കാരെ ഞാൻ വരുമ്പോൾ അവരെ എൻ്റെ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും, അതുപോലെ ഇന്ന് ഞാൻ ഒരു വ്യക്തിയെയും കൊണ്ടാണ് ഇവിടെ വന്നത്. ആ വ്യക്തി വരുന്നോടം വരെ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് ഒന്നും പറയുകയൊന്നും ചെയ്തില്ല. പക്ഷേ ഇന്ന് ആ വ്യക്തി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനും ഉടമ്പടി എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയും കൂടി ഇന്ന് ഉടമ്പടിയിലേക്ക് കടന്നു വരികയാണ്. അപ്പം ഇത്രയുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈ അൾത്താരയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ പറയാൻ സാധിച്ചതിന് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും ദൈവവുമായിരുന്നു നന്ദി പറയുന്നു. ഉടമ്പടിയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം സാക്ഷ്യം പറയുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, നമ്മളുടെ കഴിവിൽ ആശ്രയിക്കാതെ ദൈവികമായിട്ടുള്ള കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ ഓരോ വ്യക്തികളും അനുഗ്രഹം പ്രാപിച്ചു എന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ സാക്ഷ്യം പറയുന്ന ഓരോ വ്യക്തികളും പങ്കുവെക്കുന്നതാണ്. നമ്മുടെ മുൻപിൽ ഈ സഹോദരൻ സാക്ഷ്യം പറയുമ്പോഴും ഈ സഹോദരനും പറയുന്നത് തന്നെയാണ്. 4 പ്രാവശ്യം OET എഴുതി എനിക്ക് ഇത് ക്രാക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വന്നു. പിന്നീട് എൻ്റെ മുൻപിലുള്ളത് ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ച് ജീവിതം വിശുദ്ധീകരിച്ച് ജീവിതം മുഴുവൻ പ്രാർത്ഥനയാക്കി തൻ്റെ ഓരോ കാര്യങ്ങളിലും ഓരോ ആവശ്യങ്ങളിലും പ്രാർത്ഥനാ മനോഭാവത്തോടു കൂടി അനുദിന ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും സമീപിക്കുമ്പോൾ ദൈവാനുഗ്രഹം നിറയുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ലഭിക്കുന്ന അഭിഷേകത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് ഈ സഹോദരന് മാറിത്തീരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഈ സഹോദരൻ സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസത്തെയും നവീകരിക്കുവാനായിട്ട്, നമ്മുടെയൊക്കെ ഉടമ്പടി ജീവിതത്തെയും സ്പർശിക്കുവാനായിട്ട് ഈ സാക്ഷ്യത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇരുകരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഈ സഹോദരൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം.